ഇന്നൊരു പഴം വെച്ചിട്ടുള്ള സ്നാക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പഴം വെച്ചിട്ട് എങ്ങനെയാണ് സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ പഴം എടുത്തിട്ട് നാലായി കീറിയിട്ട് ഇതാ ഈ ഇത്രയും കനത്തിൽ നമ്മൾ സൈസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാലായി കീറി വെച്ച പഴം ആ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇതിൽ ഇട്ടിട്ടൊന്ന് വഴറ്റി കിട്ടണം. ആ വഴറ്റി എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമായ പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പഴം നല്ല മധുരമുള്ളതിനെ കൊണ്ട് ആവശ്യത്തിന് മാത്രമേ പഞ്ചസാര ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്തോ. അപ്പം നമ്മളിവിടെ 2 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യണമെന്ന് കണ്ടു നോക്കി. അപ്പോൾ നമ്മളിതാ ഈ കയ്യിൽ വെച്ചിട്ട് പഴമൊക്കെ നന്നായിട്ട് ഉടച്ച് നോക്കുമ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളൊരു വാഴൻ്റെ ഇല എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പഴം ഒക്കെ നന്നായി ഉടച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായി കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് ആ പഴത്തിൽ കൂട്ടി യോജിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇത്രയും പോകുന്നൊരു ബോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പഴം കൊണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കിനും ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മുറി തേങ്ങ ഇട്ടിട്ട് ഞാൻ ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ. ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നൊന്നുമില്ല. ഞാനിത് അതൊരു ബൗൾക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ചട്ടിയിൽ തന്നെ ഞാനൊരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നെയ്യിലേക്ക് നമ്മളിത് ഒരു 200 ഗ്രാം റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ റവ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിക്കണം. ഉപ്പുമാവിന് വറുക്കുന്ന പോലെ വറുക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ കരുതിയ മാതിരിക്ക് സ്നാക്കിന് റെഡിയായി കിട്ടില്ല. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഈ റവ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇത് നന്നായിട്ട് വറുക്കരുത് കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യമായിട്ട് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിവിടെ 2 ഗ്ലാസ് പാലാണ് ഈ റവയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളമായാലും മതി, പാലായാലും മതി. പാലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റവ ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടാനുണ്ട്. ഇത് 10-15 മിനിറ്റൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഈ റവയിലുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാല് കുറവാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലോ വെള്ളമോ എന്താ നിങ്ങളെ കയ്യിലുള്ളത് വെച്ചാൽ ഉള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. പാൽ ഒഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടാനുണ്ട്. അപ്പോൾ ആ റവയിലേക്ക് തന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള മധുരം ഉണ്ടാവും നമ്മളെ റവയിൽ. അപ്പോൾ അത് കുറുക്ക് ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പത്തിരിക്ക് പൊടിയൊക്കെ കുഴക്കണ പോലെ കുഴച്ച് നല്ലൊരു ബോളായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഈ റവ കുഴച്ച് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിന് ശരിയായി കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ പഴം ബോളും റവൻ്റെ ബോളും ഒക്കെ വാഴൻ്റെ ഇലയ്ക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും ചെറിയൊരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം.
ഇതുപോലെ തന്നെ വേണം കേട്ടോ ഉണ്ടാക്കാൻ. വേറെ ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ നീളത്തിലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ പഴത്തിൻ്റെ 3 ഇരട്ടി നമുക്ക് റവൻ്റെ ബോളും എടുക്കാം. അപ്പോൾ അതുകൊണ്ടോ കയ്യിൽ വെച്ചിട്ട് തന്നെ അമർത്തിയാൽ പരത്തിയാലൊക്കെ നന്നായിട്ട് പരന്ന് കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ വെക്കുക. അതേക്കാരം കാണാനും ഒന്നും കൂടെ ഭംഗി. പിന്നെ നമുക്ക് റെഡിയാക്കാനും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണത് തന്നെ ഏക്കാരം നന്നായി കിട്ടട്ടോ. ബോളാകുമ്പോൾ അത് അങ്ങനെ ഒരു രൂപത്തിലാവും. ഇങ്ങനെ ആകുമ്പോൾ അത് നല്ല വേറൊരു ഷേപ്പിലും കൂടെ ആവും നീളത്തിലാവുമ്പോൾ. ഇതേപോലെ കൈ വെച്ചിട്ട് ഇത് കണ്ടോ ഇങ്ങനെ നീളത്തിൽ ഉരുട്ടി റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മളെ പഴത്തിൻ്റെ കൂട്ടൊക്കെ ഇട്ട് കൊടുത്തത് കണ്ടില്ലേ. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. റവ കൂടുതൽ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഇതും നമ്മളിങ്ങനെ നീളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ തേങ്ങയിലിട്ടിട്ട് നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നെയ്യൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ നമ്മൾ തേങ്ങ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഈ തേങ്ങയിൽ ഒന്ന് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂണും കൂടെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എത്ര വേണമെങ്കിലും ഒഴിക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് വെച്ച സ്നാക്ക് ഒക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തീ തന്നെ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം കണ്ടോ ലൈറ്റ് മഞ്ഞ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് തീയിൽ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് അതൊക്കെ നമ്മൾ മറിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ ആ ചട്ടി തന്നെ ഇട്ടിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവ വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ 4 മണിക്ക് അവർക്ക് ചായക്ക് കൊടുക്കാൻ നല്ലൊരു സൂപ്പർ സ്നാക്ക് തന്നെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെഡി.